സഹവിശ്വാസികളോട് ചേർന്ന് ജീവന്റെ വചനം പങ്കുവെക്കുവാൻ ഈ സൂം എന്ന പ്ലാറ്റ്ഫോമിൽ കൂടെ എന്റെ പാപത്തിനും രോഗത്തിനും സൗഖ്യം തന്ന യേശു കർത്താവിന്റെ മഹിമ കണ്ട സാക്ഷിയായി ജീവന്റെ വചനവുമായി നിങ്ങളുടെ മുമ്പിലായിരിക്കാൻ കർത്താവ് ഒരുക്കിയ വിലപ്പെട്ട അവസരത്തിനായി സ്തുതിക്കുന്നു. ആയുസ്സിൽ ഒരിക്കൽ പോലും ചിന്തിച്ചതല്ല ഇങ്ങനെ ഒരു ആപ്ലിക്കേഷൻ കൂടെ, ഒരു പ്ലാറ്റ്ഫോമിൽ കൂടെ കർത്താവിന്റെ വചനം അമേരിക്കയിലുള്ള ദൈവമക്കളോട് ശുശ്രൂഷിക്കാമെന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചതല്ല. എന്നാൽ കാലത്തിന്റെ വ്യതിയാനങ്ങൾ, ലോക സംഭവങ്ങളൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് അനേക ഇടങ്ങളിൽ സ്വമിൽ കൂടെ കർത്താവിന്റെ വചനം പങ്കുവെക്കുവാൻ വലിയവനായ ദൈവം ഭാഗ്യം നൽകുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ദൈവം വിശ്വസ്തനാണ്, നമ്മുടെ ദൈവം മതിയായവനാണ്. പ്രിയപ്പെട്ട തന്ന എല്ലാ നല്ല സ്വാഗത വാക്കുകൾക്ക് നന്ദി പറയുന്നു. ഇങ്ങനെയൊരു മുഖാന്തരം ഒരുക്കി തന്നതിനായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാ ദൈവമക്കളും പ്രാർത്ഥനയോടെ ആയിരിക്കണം. ലഭിച്ച സമയത്തിനുള്ളിൽ നിന്നുകൊണ്ട് ഈ ജീവിതാനുഭവങ്ങളുടെ നടുവിൽ ദൈവത്തിൽ നമ്മോട് എന്താണ് സംസാരിക്കാനുള്ളതെന്ന് വളരെ ഒരുക്കത്തോടും പ്രാർത്ഥനയോടെ ആയിരിക്കണം. ഏറെ സ്നേഹിക്കുന്ന പ്രിയപ്പെട്ട അച്ഛൻ ഇരുന്ന ഇടവകളിലൊക്കെ, ശുശ്രൂഷിച്ച ഇടവകളിലൊക്കെ പോയി കർത്താവിന്റെ വചനം പങ്കുവെപ്പാൻ ദൈവം എനിക്ക് ഭാഗ്യം നൽകിയ മുഖാന്തരം ഒരുക്കി പ്രിയപ്പെട്ട അച്ഛനോടും കൊച്ചമ്മയോടുമുള്ള നന്ദി ഈ തരുണത്തിൽ അറിയിക്കുക. നമ്മുടെ അല്പസമയത്തെ ധ്യാനത്തിനായി യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66-ാം അധ്യായം 2-ാം വാക്യത്തിന്റെ സെക്കൻഡ് പാർട്ട്, ദ ബുക്ക് ഓഫ് യെശയ്യാ ചാപ്റ്റർ 64 വേഴ്സ് 2 സെക്കൻഡ് പാർട്ട്. യെശയ്യാ 66 2-ാം വാക്യത്തിന്റെ സെക്കൻഡ് പാർട്ട് ഇങ്ങനെ വായിക്കുന്നു: എങ്കിലും അരിഷ്ടനും മനസ്സു തകർന്നവനും എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നതിനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. എങ്കിലും അരിഷ്ടനും മനസ്സു തകർന്നവനും എന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്നതിനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനും വാക്കുമാറാത്ത ഞങ്ങളുടെ നല്ല കർത്താവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല ദിവസത്തിന്റെ ഈ നല്ല സമയത്ത് വ്യത്യസ്ത സമയങ്ങളിൽ ഞങ്ങൾ 2 രാജ്യങ്ങളിലായിരിക്കുമ്പോൾ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വിശ്വസ്തത ഞങ്ങളുടെ മേൽ പകരുന്നതിനായി നന്ദിയോടെ സ്തോത്രം. ഉന്നതൻ ഞങ്ങളെ വിളിച്ചു ഉരുവാക്കി കർത്താവേ, നിന്റെ ശുശ്രൂഷയ്ക്ക് ഞങ്ങളെ നിയോഗിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ ഭൂമിയുടെ ഉപ്പാകുവാൻ, ലോകത്തിന്റെ വെളിച്ചമാകുവാൻ, നിന്റെ സൗരഭ്യമായി തീരുവാൻ കർത്താവ് തരുന്ന എല്ലാ മുഖാന്തരങ്ങൾക്കായി സ്തോത്രം. കർത്താവെ, പ്രതിസന്ധിയുടെ നടുവിൽ ഭവനത്തിന്റെ അകത്തളങ്ങളിൽ ഞങ്ങൾ വിവിധ ഇടങ്ങളിൽ നിന്ന് വചനം ശ്രവിക്കുമ്പോൾ ഈ പകൽക്കാലം, ഈ പ്രഭാതം, ഈ സന്ധ്യാവേള ഞങ്ങൾക്ക് അനുഗ്രഹമായി തീരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവെ, തിരുസാന്നിധ്യത്തിന്റെ മറവിൽ ഞങ്ങളെ മറയ്ക്കണം. ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനായി, കൊച്ചമ്മയ്ക്കായി, ശുശ്രൂഷകൾക്കായി സ്തോത്രം. സഭയ്ക്കായി, പിതാക്കന്മാർക്കായി സ്തോത്രം. ദൈവജനം കേൾക്കുന്ന എല്ലാ മക്കൾക്കായി സ്തോത്രം. രോഗത്താലോ ഭാരത്താലോ കഷ്ടത്താലോ COVID-19 എന്ന പ്രയാസത്താലോ ഹോസ്പിറ്റലിലോ ഭവനങ്ങളിലോ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം നിന്റെ വചനമയച്ച് സുഖപ്പെടുത്തണമേ. കണ്ണുനീർ തൂകുമ്പോൾ മനസ്സറിയുന്ന ഏത് പ്രതികൂലത്തിലും അനുകൂലവനായി ഇറങ്ങി വരുന്ന കർത്താവേ, നിന്റെ സാന്നിധ്യം ഇന്ന് പകലിലും ഈ സമയത്തും ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം ശ്രവിക്കുന്ന സകല മക്കളെ അനുഗ്രഹിക്കണമേ. വചനം പറയുവാൻ അതിന് കൃപ നൽകണമേ. കർത്താവേ, ഞങ്ങൾ എഴുന്നേൽക്കുമ്പോൾ ഏറെ സന്തോഷത്തോടെ, ഏറിയ പുതുബലത്തോടെ ഞങ്ങൾ എഴുന്നേൽപ്പാൻ സ്വർഗം ഞങ്ങളെ സഹായിക്കണം. പരിശുദ്ധാത്മാവ് ഞങ്ങൾ കൃപ നൽകണം. കുറവുകളെല്ലാം ഞങ്ങളുടെ പൊറുക്കുമാറാകണം. അവിടുത്തെ വരവിനായി ഞങ്ങളെ ഒരുക്കണം. യേശു മൂലം പ്രാർത്ഥിക്കുന്നു. ദയവുണ്ടായി കേൾക്കുമാറാകണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. വളരെ സുപരിതമായ ഒരു വേദഭാഗമാണ് ഞാൻ ഇന്നിവിടെ വായിച്ചത്. എങ്കിലും അരിഷ്ടനും മനസ്സു തകർന്നവനും ദൈവ വചനത്തിങ്കൽ വിറയ്ക്കുന്നതിനുമായ മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 66 അധ്യായം, വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ പുസ്തകം. വളരെ അനുഗ്രഹിക്കപ്പെട്ട വാഗ്ദത്തങ്ങളുടെ കലവറയായിരിക്കുന്ന യെശയ്യാ പ്രവാചകന്റെ പുസ്തകം ഓരോ വാക്യങ്ങളിൽ നിന്നും പഠിക്കുമ്പോൾ ദൈവ മക്കൾക്ക് ബലപ്പെടുവാനുള്ളതായ എല്ലാ സംഗതികളും അതിനകത്തുണ്ട്. ഈ നാടുകളിൽ ഈ ദൈവത്തിന്റെ വചനം ഉരുവിടുമ്പോൾ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളും പ്രയാസങ്ങളും മാറും. ലോകം വളരെ പ്രതിസന്ധിയിൽ കൂടെ കടന്നു പോകുന്നു.
ലോകത്തിന്റെ മക്കൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ രാജാക്കന്മാർ, നാടുവാഴികൾ ഈ പ്രതികൂലത്തിന് നടുവിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ മക്കൾക്ക് മാത്രമേ ദൈവവചനത്തോട് ചേർന്നിരുന്ന് ധൈര്യപ്പെടുവാനും ബലപ്പെടുവാനും കഴിയുന്നത്. അതുകൊണ്ടാണ് ഇന്നും ദൈവത്തിന്റെ വചനമാണ് ദൈവത്തിന്റെ പൈതലിനെ ശക്തീകരിക്കുന്നത്. ഏത് പ്രതികൂലത്തിന്റെ നടുവിലും ദൈവത്തിന്റെ വചനമാണ് നമ്മെ ശക്തീകരിക്കുന്നത്. പൗലോസ് പറഞ്ഞെന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകും. എന്റെ ദൈവം എന്റെ പ്രതികൂലങ്ങളെ അനുകൂലമാക്കി മാറ്റി. ഇവിടെ പ്രവാചകൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു, എങ്കിലും അരിഷ്ടൻ, മനസ്സ് തകർന്നവൻ, ദൈവവചനത്തിങ്കിൽ വിറയ്ക്കുന്നവൻ, അവനെ ഞാൻ കടാക്ഷിക്കും. തുറങ്ങിയ ഹൃദയത്തോടെ മനസ്സ് തകർന്ന അനുഭവത്തിന്റെ നടുവിൽ ദൈവസ്ഥനിൽ താഴ്മയോടെ ഇരിക്കുന്ന ദൈവവൈതലിനെ എന്റെ ദൈവം കടാക്ഷിക്കും, അനുഗ്രഹിക്കുമെന്നാണ് വേദപുസ്തകം പറയുന്നത്. എന്താണ് അങ്ങനെയുള്ള ദൈവമക്കൾക്ക് കൊടുക്കുന്ന അനുഗ്രഹം? സമയത്തിന്റെ പരിമിതിക്കുള്ളിൽ 3-4 കാര്യം പറഞ്ഞ അതേ അധ്യായത്തിൽ എന്ന് പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കും. എന്താണ് ദൈവസ്ഥനിൽ താണിരിക്കുന്ന ഈ പ്രതികൂലത്തിന് നടുവിൽ മനംനുറങ്ങിയിരിക്കുന്ന ദൈവമക്കൾക്ക് ദൈവം കൊടുക്കുന്ന ബ്ലെസ്സിങ് എന്താകുന്നുവെന്ന് പ്രവാചകൻ നമ്മെ വ്യക്തമായി ഓർമ്മിപ്പിക്കുന്നു. 66-ാം അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിന്റെ സെക്കൻഡ് പാർട്ട് ഇങ്ങനെ പറയുന്നു, ഞാൻ അവൾക്ക് നദി പോലെ സമാധാനവും കവിഞ്ഞൊഴുകുന്ന തോട് പോലെ ജാതികളുടെ മഹത്വവും നീട്ടിക്കൊടുക്കും. ഞാൻ അവൾക്ക് നദി പോലെ സമാധാനം. ദൈവവചനത്തിന്റെ മുൻപിൽ തകർന്ന അനുഭവത്തോടെ, നുറുങ്ങിയ അനുഭവത്തോടെ മുട്ടുമടക്കിയിരിക്കുന്ന, ദൈവവചനത്തോട് ചേർന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതലിന് കൊടുക്കുന്ന ഒന്നാമത്തെ അനുഗ്രഹമാണ് നദി പോലെ സമാധാനം. പ്രിയപ്പെട്ട കൂടപ്പറമ്പുകളെ, ദൈവമക്കളെ, ഇന്ന് ചോദിച്ചോട്ടെ, എത്ര പേർ സമാധാനം അനുഭവിക്കുന്നുണ്ട്? അനേകർക്ക് ഉറങ്ങുവാൻ കഴിയുന്നില്ല, അനേകർക്ക് ജീവിതത്തിൽ മുൻപോട്ടൊരു സ്റ്റെപ്പ് വെക്കാൻ കഴിയുന്നില്ല. വളരെ പ്രതികൂലത്തിന്റെ നടുവിൽ കൂടി കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ വചനം പറയുന്നു, മനം നുറുങ്ങിയവ ദൈവവൈതലിന്, മനസ്സ് തകർന്ന ദൈവവൈതലിന്, ദൈവത്തിന്റെ വചനത്തിന്റെ പാദപീഠത്തിലായിരിക്കുന്ന ദൈവവൈതലിനെ നദി പോലെ സമാധാനം. പ്രൈസ് ദി ലോർഡ്. ഇന്ന് ലോകത്തിന് സമാധാനമില്ല, കുടുംബങ്ങൾക്ക് സമാധാനമില്ല, വ്യക്തി ജീവിതങ്ങൾക്ക് സമാധാനമില്ല, സഭയ്ക്കകത്ത് സമാധാനമില്ല, ഇടവകയിൽ സമാധാനമില്ല, കുടുംബ ബന്ധങ്ങളിൽ സമാധാനമില്ല. പ്രിയപ്പെട്ടവരെ, നഷ്ടപ്പെട്ടു പോയ ഒരു അനുഭവം. എന്നാൽ ആരാണ് സമാധാനം അനുഭവിക്കുന്നത്? ദൈവവചനം ചങ്കോട് ചേർത്ത് പിടിക്കുന്ന, ദൈവത്തിന്റെ പാദപീഠത്തിൽ ആത്മാർത്ഥമായി ഹല്ലേലൂയ ആമേൻ ഇരുന്ന, ദൈവവചനത്തോട് ചേർന്ന് ജീവിതം പണിയുന്ന, ദൈവത്തിന്റെ വചനം പ്രമാണിക്കുന്ന ദൈവമക്കൾക്കാണ് സമാധാനമുള്ളത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ മക്കളെ, ഇന്ന് പകരം ചോദിച്ചോട്ടെ, ഹല്ലേലൂയ, സമാധാനം അനുഭവിപ്പാൻ യെശയ്യാ 55:11 ഇങ്ങനെയാ പറയുന്നത്, പ്രൈസ് ദി ലോർഡ്, എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്നത് എന്റെ വചനമായിരിക്കും, അത് വെറുതെ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരികയില്ല. ഞാൻ ഉദ്ദേശിപ്പിച്ച കാര്യം സാധിപ്പിക്കും. നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെട്ടു പോകും, ഞാൻ നിങ്ങളെ സമാധാനത്തോടെ പറഞ്ഞയക്കും. അങ്ങനെയെങ്കിൽ ഇന്ന് മകൾ വിശ്വസിക്കും ദൈവത്തിന്റെ പൈതലെ, ദൈവസ്ഥലിൽ നിന്ന് ദൈവം കേൾക്കുന്ന ദൈവമക്കളെ സമാധാനത്തോടെ പറഞ്ഞയക്കുവാൻ എന്റെ ദൈവത്തിന് കഴിയും. നുറുങ്ങിയ അനുഭവത്തിലാണോ, മനം തകർന്ന അനുഭവത്തിലാണോ, രോഗത്തിന്റെ അവസ്ഥയിലാണോ, പ്രതികൂലത്തിന്റെ നടുവിലാണോ, തകർച്ചയുടെ വക്കീലാണോ, സമാധാനത്തിന്റെ പ്രഭുവായവൻ ഇന്ന് നമ്മുടെ നടുവിലുണ്ട്. പ്രൈസ് ദി ലോർഡ്. ഉള്ളത്തിന്റെ ഉള്ളിൽ ആമീൻ പറയാം. ആരെങ്കിലും ഭവനത്തിന്റെ അകത്തളങ്ങളിൽ നിന്ന് എന്റെ ജീവിതത്തിന്റെ പ്രതികൂലങ്ങളെ ആർക്ക് മാറ്റാൻ കഴിയും? എന്റെ തകർച്ചകളിൽ ആർക്ക് ഇടപെടാൻ കഴിയും? ലോകമക്കൾക്ക് കഴിയാതിരിക്കുമ്പോൾ ഉടപ്പറപ്പെ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ, ദൈവവചനം ധ്യാനിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, ആത്മാവിൽ വിളിച്ചു പറയട്ടെ, അവൻ സമാധാനത്തിന്റെ പ്രഭുവാണ്. ഹല്ലേലൂയ. സാമീൻ യോഹന്നാൻ 16:33 പറയുന്നു, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിങ്ങൾക്ക് സമാധാനം ഉണ്ടാകുവാനാ. നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെടുവീൻ, ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടമുണ്ട്. അതുകൊണ്ടാണ് യോഹന്നാൻ 14:1 നിങ്ങളുടെ ഹൃദയം കലങ്ങി പോകരുത്. ഹല്ലേലൂയ. ദൈവവൈതലെ, കലക്കമുള്ള ലോകത്തിൽ, രോഗമുള്ള
വ്യാധികളുടെ ലോകത്തിൽ, ഈ പ്രതികൂലത്തിന്റെ നടുവിൽ തമ്പുരാൻ നമ്മോട് പറയുന്നു, പ്രൈസ് ദി ലോർഡ്, ഞാൻ നിങ്ങൾക്ക് സമാധാനം നൽകും. എങ്ങനെയാണ്? നദി പോലെ ഒരു സൂപ്പർ മാർക്കറ്റിൽ വാങ്ങാൻ ലഭിക്കത്തില്ല. അങ്ങനെ വാങ്ങാൻ, സമാധാനം വാങ്ങാൻ കിട്ടുമായിരുന്നുവെങ്കിൽ ഈ ലോകത്തിലെ ഏറ്റവും വലിയ ക്യൂ എന്ന് പറയുന്നത് ഈ സമാധാനത്തിന് വേണ്ടിയായിരിക്കാം. അനേക കുടുംബങ്ങളിൽ ഒന്നിച്ച് താമസിക്കുന്നുവെങ്കിലും, അനേക പ്രിയപ്പെട്ടവർ ഒന്നിച്ച് വസിക്കുന്നുവെങ്കിലും കുടുംബത്തിന്റെ അകത്തലങ്ങളിൽ സമാധാനമില്ല. ഒരു സഹോദരി എന്നോട് ഒരിക്കൽ പറഞ്ഞു, ബ്രദറെ, എന്റെ ജീവിതത്തിൽ എനിക്ക് യാതൊരു സമാധാനമില്ല, ഭയങ്കര ടെൻഷനാണ്. ഞാൻ ചോദിച്ചു, സഹോദരി എന്താ കാരണം? എന്റെ മകൾ ബാംഗ്ലൂരിൽ പഠിക്കുക, ഞാൻ വിദേശത്താണ്, ഞാൻ തീ തിന്നുകയാണ്, മകളെ കുറിച്ച് ഓർക്കുമ്പോൾ ഭാരമാണ്. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഞാൻ സഹോദരിയോട് പറഞ്ഞു, സഹോദരി, തീ തിന്നുകയല്ല, ടെൻഷൻ അടിക്കുകയല്ല. പിന്നെയോ നിന്റെ ടെൻഷൻ മാറ്റുന്ന ദൈവത്തിന്റെ വചനം അനുദിനം ഭക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. നീ ദൈവവചനത്തെ മുറുകെ പിടിച്ചാൽ നിന്റെ ടെൻഷൻ മാറ്റും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവത്തിന്റെ വചനം നമ്മുടെ ടെൻഷൻ മാറ്റുന്നതാ, നമ്മുടെ രോഗത്തെ മാറ്റുന്നതാ, സകല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നതാണ് ദൈവത്തിന്റെ വചനം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ, ലേവ്യ പുസ്തകം ഹല്ലേലൂയ 26-ാം അധ്യായം 3 മുതൽ 6 വരെ നാം പഠിക്കുമ്പോൾ, എന്റെ ചട്ടങ്ങൾ ആചരിച്ച് എന്റെ കൽപ്പനകൾ പ്രമാണിച്ചാൽ ഞാൻ ദേശത്ത് സമാധാനം തരും. പ്രൈസ് ദി ലോർഡ്. എന്റെ കൽപ്പനകൾ ആചരിച്ച് എന്റെ ചട്ടങ്ങളെ പ്രമാണിച്ചാൽ ഞാൻ ദേശത്തിന് സമാധാനം തരും. ഇന്ന് ഈ COVID-19 പശ്ചാത്തലത്തിൽ പ്രിയപ്പെട്ടവരെ, എന്തുകൊണ്ടാണ് ദൈവം നമ്മെ സന്ദർശിക്കുന്നത്? ഇത് പിശാച് വെച്ച രോഗമല്ല, ഇത് പിശാച് കൊണ്ടുവന്ന പ്രതിസന്ധിയുമല്ല. ഈ ലോകത്തിൽ എന്ത് സംഭവിച്ചാലും അതിന്റെ പിന്നിൽ ദൈവത്തിന് ഒരു പദ്ധതിയുണ്ട്. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും അതിന്റെ പിന്നിൽ ദൈവത്തിന് പദ്ധതിയുണ്ട്. ചില സന്ദർശനങ്ങൾ നമ്മെ നടത്തുമ്പോൾ, ദൈവത്തിന്റെ ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ, എന്റെ ജീവിതത്തിന്റെ തകർച്ചകളെ നോക്കുവാനും പുതുക്കം പ്രാപിപ്പാനും പ്രൈസ് ദി ലോർഡ് ഈ ദിവസങ്ങളിൽ ഹല്ലേലൂയ കേൾക്കുന്ന ദൈവവചനം ഇടയാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുക. യെശയ്യാ 26:3 പറയുന്നത്, സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കുകയാൽ നീ അവനെ പൂർണ്ണ സമാധാനത്തോടെ കാക്കും. ഹല്ലേലൂയ. സ്ഥിരമാനസൻ നിന്നിൽ ആശ്രയം വെച്ചിരിക്കൊണ്ട് ഇന്ന് പകലിൽ, ഇന്ന് ഈ സന്ധ്യാവേളയിൽ എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, പൂർണ്ണ ആശ്രയം നീ കർത്താവിൽ വെച്ചാൽ അവൻ നമ്മെ പൂർണ്ണ സമാധാനത്തോടെ കാക്കും. എങ്കിലും അരിഷ്ടനും മനസ്സു തകർന്നവനും ദൈവത്തിന്റെ വചനത്തിങ്കൽ വിറയ്ക്കുന്ന മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. പ്രൈസ് ദി ലോർഡ്. അവൻ പൂർണ്ണ സമാധാനത്തോടെ നമ്മെ കാക്കും. ഹല്ലേലൂയ. പലരും കണ്ട് പേടിച്ചിരിക്കുകയാണോ? ഉറങ്ങുവാൻ കഴിയുന്നില്ലയോ? കുടുംബജീവിതത്തിൽ പരാജയം സംഭവിച്ചുവോ? ജീവിതത്തിൽ താളപ്പടകളാണോ? ഹല്ലേലൂയ. ഒരു കാര്യം ഉറപ്പിച്ചു പറയട്ടെ, സമാധാനത്തിന്റെ ദൈവം ഈ സന്ധ്യാവേളയിൽ നീ ആയിരിക്കുന്ന സ്ഥാനത്തല്ല, കൂടപ്പുറപ്പേ, നീ മുട്ടുമടക്കിയിരിക്കുന്ന സ്ഥാനത്ത് എന്റെ തമ്പുരാൻ ഇറങ്ങി വന്നിട്ടുണ്ട്. ഹല്ലേലൂയ. യിരെമ്യാ 16:6 ഇങ്ങനെ പറയുന്നു, യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, നിങ്ങൾ വഴികളിൽ ചെന്ന് നല്ല വഴി ഏതെന്നും പഴയ ബാധ്യതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പീൻ, എന്നാൽ നിങ്ങളുടെ ആത്മാവിന് മനസ്സിന് വിശ്രാമം ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ നടന്നു വന്ന വഴികളെ തിരിഞ്ഞു നോക്കുക. ഹല്ലേലൂയ. നല്ല വഴി ഏതെന്ന് പഴയ പാതകളെ നോക്കി ചോദിച്ച് അതിൽ നടപ്പീൻ. ഹല്ലേലൂയ. എവിടെയെങ്കിലും ജീവിതത്തിൽ പാകപ്പിഴകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവത്തിനോടുള്ള പറ്റുമാനം പൂർണ്ണ നഷ്ടമായെങ്കിൽ, ദൈവത്തിന്റെ വഴിയിലേക്ക് മടങ്ങി വന്നാൽ, ഹല്ലേലൂയ. ഞാൻ ദിവസങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട വാക്യമുണ്ട്. 2 ദിനവൃത്താന്തം 7:14. എല്ലാവർക്കും അറിയാവുന്ന, എന്റെ നാമം വിളിക്കപ്പെട്ട എന്റെ ജനം, മൈ ഓൺ പീപ്പിൾ, എന്റെ നാമം വിളിക്കപ്പെട്ട എന്റെ ജനം തങ്ങളെ തന്നെ ഒന്ന് താഴ്ത്തണം, കർത്താവിലേക്ക് മടങ്ങി വരണം, സ്വർഗത്തിലേക്ക് നോക്കണം, ദുർമാർഗങ്ങളെ വിട്ടുതിരിയണം. ഇവിടെ അത് തന്നെയാണ്. നിങ്ങൾ പഴയ പാതകളെ ചോദിച്ച് അതിൽ നടപ്പീൻ, എന്നാൽ നിങ്ങളുടെ മനസ്സിന് വിശ്രാമം ലഭിക്കും. ചോദിച്ചോട്ടെ പ്രിയപ്പെട്ടവരെ, ഈ COVID-19 പശ്ചാത്തലത്തിൽ ചോദിച്ചോട്ടെ, ഒന്നിച്ച് നമുക്ക് ആരാധിപ്പാൻ കഴിയുന്നില്ല, കൂട്ടു സഹോദരങ്ങളെ കാണുവാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. ബന്ധങ്ങൾ നഷ്ടപ്പെട്ട അനുഭവം. എന്നാൽ
ഹാലലുയ, സ്വർഗീയ ബന്ധത്തിൽ ജീവിക്കാൻ കഴിയുന്ന എത്ര ദൈവമക്കളുണ്ട്. ഹാലലുയ, ദൈവത്തോട് കണക്ട് ചെയ്ത ജീവിതത്തെ കെട്ടുപണി ചെയ്യുന്ന എത്ര ദൈവമക്കളുണ്ട്. ഹാലലുയ, ആസ പറഞ്ഞത് ദൈവത്തോട് അടുത്തിരിക്കുന്നത് എനിക്ക് നല്ലതാണ്. ഹാലലുയ, എന്റെ ദൈവത്തോട് അടുത്തിരിക്കുവാൻ. ഞാൻ ചോദിച്ചോട്ടെ, ഈ പ്രതിസന്ധി വന്നത് മൂലം അകലം സംഭവിച്ചോ അതോ തമ്പുരാനോട് കുറച്ചുകൂടി അടുപ്പം സംഭവിച്ചോ? നാം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഹാലലുയ, കൂടുതൽ പ്രാർത്ഥിക്കുവാൻ, കൂടുതൽ ഉപവസിക്കുവാൻ, കൂടുതൽ ദൈവവചനം പഠിക്കുവാൻ, ഒന്നുകൂടെ ദൈവസ്ഥനെ താഴ്ത്തിക്കൊടുക്കുവാൻ. ഹാലലുയ, കഴിഞ്ഞ കാലങ്ങൾ അനുഭവിച്ച ദൈവകൃപയേക്കാൾ ഏറിയ ദൈവകൃപ പ്രാപിപ്പാൻ ഹാലലുയ ഈ ദിവസങ്ങളിൽ നമുക്കിടയാകുവാൻ സ്വർഗം അനുവദിച്ച ഒരു സമയമാണ് ലോക്ക്ഡൌൺ എന്ന് പറയുന്നത്, ക്വാറന്റീൻ എന്ന് പറയുന്നത്. ഈ സമയം എന്ന് പറയുന്നത് ചില മാസങ്ങൾ, 3-4 മാസം, ഏകദേശം മാർച്ച് മാസം മുതൽ ഈ നിമിഷം വരെയും ലോകത്തിന്റെ പ്രതിസന്ധി മൂർച്ഛിച്ചുകൊണ്ടിരിക്കുക. കേരളത്തിലും അതിന്റെ ലോകത്തിന്റെ പ്രതിസന്ധി മൂർച്ഛിച്ചുകൊണ്ടിരിക്കുക. മനുഷ്യർ നെട്ടോട്ടം പോയിക്കൊണ്ടിരിക്കുക. പ്രിയപ്പെട്ടവരെ, എങ്ങും ഇറങ്ങാൻ പറ്റാത്ത അവസ്ഥ. എന്നാൽ നിന്റെ മുറിക്കകത്ത് ദൈവത്തോട് ചേർന്ന് സമാധാനം കണ്ടെത്തുവാൻ, വചനത്തിന്റെ മുത്തുമണികളെ പിറക്കിയെടുക്കുവാൻ, ദൈവവചനത്തിന്റെ ശക്തിയോടെ ബലപ്പെട്ട് ജീവിപ്പാൻ ഈ നാളുകളിൽ ഇടയാക്കണം. ഹല്ലേലൂയ. അച്ഛൻ ഓർപ്പിച്ചതുപോലെ ദുർബലപ്പെടുവാനല്ല ഈ നാളുകൾ, പരാജയപ്പെട്ടു പോകുവാനല്ല. ഹല്ലേലൂയ. ഈ നാളുകൾ ദൈവത്തോട് കൂടെ ചേർന്ന് ഈ പ്രതിസന്ധിയെ നാം ആവർത്തനം ചെയ്യണം. ഹല്ലേലൂയ. ദാവീദ് പറഞ്ഞു, എന്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കിടക്കും, നിന്നാൽ ഞാൻ പടക്കൂട്ടത്തിന്റെ നേരെ പാഞ്ഞു ചെല്ലും. എന്റെ ദൈവം എന്റെ അന്ധകാരത്തെ പ്രകാശമാക്കും. ഇന്ന് ഈ സന്ധ്യാവേളയിൽ എന്നെ ശ്രമിക്കുന്ന ദൈവമക്കളെ, ഉറങ്ങാൻ കഴിയാതെ ജീവിതത്തിന്റെ പരാജയങ്ങളെ കണ്ട് ഒരുപക്ഷെ ജോലി നഷ്ടപ്പെട്ടവർ കണ്ടേക്കാം, രോഗത്തിന്റെ അവസ്ഥയിലായിരിക്കാം, തങ്ങളുടെ കൂടപ്പിറപ്പുകൾ ക്വാറന്റീനിലായിരിക്കാം, അല്ല ഹോസ്പിറ്റലിലായിരിക്കാം, അല്ല വെന്റിലേറ്ററിലായിരിക്കാം. എല്ലാം തകർച്ചയുടെ നടുവിലെന്ന് കണ്ട് ഭാവി ഈർന്നറിഞ്ഞ അനുഭവത്തിലാണെങ്കിൽ, നിന്റെ സമാധാനം നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഇന്ന് പകൽക്കാലം വിളിച്ചു പറയട്ടെ, ഈ സന്ധ്യാവേള വിളിച്ചു പറയട്ടെ, അനുകൂലത്തിന്റെ ദൈവം നമ്മോട് കൂടെയുണ്ട്. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പൗലോസ് വിളിച്ചു പറഞ്ഞു, എന്റെ ഉടയവനും ഹല്ലേലൂയ, ഞാൻ സേവിച്ചു വരുന്നതിനായ എന്റെ ദൈവത്തിന്റെ ദൂതൻ ഈ രാത്രി എന്നോട് പറഞ്ഞു, പൗലോസേ, നീ ഭയപ്പെടില്ല. ഭാവി കപ്പലുടെ തകർന്ന അനുഭവത്തില്ല, എല്ലാവരും അയ്യം വിളിക്കുക. എന്നാൽ ദൈവ വൈദ്യന്റെ ഇടയ്ക്കൽ ദൂതൻ ഇറങ്ങി. ഇന്ന് ഈ പകലിൽ ഹല്ലേലൂയ, ഈ സന്ധ്യാവേളയിൽ ദൈവ വൈദ്യരെ, നീ ആയിരിക്കുന്ന അനുഭവത്തിൽ നിന്റെ പ്രതിസന്ധിക്കകത്ത് എന്റെ ദൈവം ഇറങ്ങി വരും. ഹല്ലേലൂയ. യഹൂദന്മാരെ പേടിച്ച് കടകടച്ച് വാതിലടച്ച് അവർ ഭയത്തോടിരിക്കുമ്പോൾ ഹല്ലേലൂയ, എന്റെ യേശു അടുത്ത് വന്ന് നിങ്ങൾക്ക് സമാധാനം. ആമേൻ. ഹല്ലേലൂയ. ഏത് അടഞ്ഞ അനുഭവത്തിന്റെ നടുവിലും, ഏത് പ്രതിസന്ധിയുടെ നടുവിലും ആമേൻ, നമുക്ക് സമാധാനം തരുവാൻ എന്റെ ദൈവത്തിന് കഴിയും. ഹല്ലേലൂയ. യിരെമ്യാ പ്രവാചകൻ നമ്മോട് ചോദിക്കുന്നു, ആമേൻ, 12-ാം അധ്യായം 5-ാം വാക്യം, യിരെമ്യാവ് 12:5, കാലാളുകളുടെ കൂടെ ഓടിയിട്ട് ക്ഷീണിച്ചു പോയാൽ കുതിരകളോടുകൂടെ എങ്ങനെ മത്സരിച്ചോളും? സമാധാന ദേശത്തിൽ നിർഭയമായി വസിക്കും. എന്നാൽ യോർദാന്റെ വൻകാറ്റിൽ നീ എന്ത് ചെയ്യും? ഹല്ലേലൂയ. എല്ലാം അനുകൂലമാകുമ്പോൾ സ്തോത്രം പറയുവാൻ എളുപ്പമാണ്. എല്ലാം അനുകൂലമാകുമ്പോൾ പ്രാർത്ഥിപ്പാൻ ഒരു പ്രയാസവുമില്ല. എന്നാൽ പ്രതികൂലത്തിന്റെ നടുവിൽ ഒരു ദൈവത്തിന്റെ വൈദ്യനെ തിരിച്ചറിയുന്നത് പ്രതിസന്ധികളിലുള്ളതായ അവന്റെ ജീവിതത്തിന്റെ നിൽപ്പാണ്, ജീവിതത്തിന്റെ മറുപടിയാണ്, ജീവിതത്തിന്റെ അനുഭവങ്ങളാണ്, പച്ചയായ യാഥാർത്ഥ്യങ്ങൾ, കൂലികളുടെ അനുഭവങ്ങളൊക്കെ കടന്നു വരുമ്പോൾ ദൈവവൈദ്യന്റെ ജീവിതത്തിന്മേൽ ഇടപെടുന്ന ഒരു ദൈവമുണ്ടെന്ന് അവന്റെ മഹത്വത്തെ തൊട്ടറിയുവാൻ എത്ര പേർക്ക് കൃപ ലഭിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. ഈ പകൽക്കാലം പറയട്ടെ, ഈ സന്ധ്യാവേള പറയട്ടെ, ഹല്ലേലൂയ, ആമേൻ, പ്രൈസ് ദി ലോർഡ്. അരിഷ്ടനും മനസ്സു തകർന്നവനും ദൈവവചനത്തിൽ വിറയ്ക്കുന്ന മനുഷ്യനെ ഞാൻ കടാക്ഷിക്കും. ഹല്ലേലൂയ. ദൈവവചനത്തിന്റെ ജീവിതത്തിൽ ഉണ്ടാകും, പ്രതികൂലങ്ങൾ ഉണ്ടാകും, എല്ലാം അനുകൂലമല്ല. ആമേൻ. കൂലരുടെ അനുഭവങ്ങൾ ഉണ്ടാകും. എന്നാൽ ഒരു കാര്യം ഓർത്തു, ഹല്ലേലൂയ, കൂലരുടെ അനുഭവത്തിൽ കൂടെ ഇരിക്കുന്നവൻ, ഹല്ലേലൂയ, എന്റെ ദൈവമുണ്ട്. ആമേൻ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഘോരമാം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോൾ നടക്കുന്ന യേശുവത്രേ, ഞാൻ അവൻ കരങ്ങളില്ല. പാട്ടുകാരൻ പറയുക, അതുകൊണ്ട് പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ
പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. ഇന്ന് ഈ രാത്രിയിൽ ഈ സന്ധ്യാവേളയിൽ എന്നെ ശ്രമിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ജീവിതത്തിന്റെ പ്രതിസന്ധികളെ കണ്ട് ഭാരപ്പെട്ട് ആരെങ്കിലും എന്നെ ശ്രമിക്കുന്നുവെങ്കിൽ ദൈവത്തിന്റെ വചനം പരിശുദ്ധാത്മാവിൽ വിളിച്ചു പറയട്ടെ, നിന്നെ ബലപ്പെടുത്തുന്ന, ശക്തിപ്പെടുത്തുന്ന, സമാധാനം കൊണ്ട് നിറയ്ക്കുന്ന ഒരു സമാധാനത്തിന്റെ പ്രഭു ആയിരിക്കുന്ന മണ്ഡലം ഇറങ്ങി വന്നിനെ ധൈര്യപ്പെടുത്തുവാൻ ദൈവം മതിയായവനാണ്. ഹല്ലേലൂയ. ജീവിതമാകുന്ന വടകിൽ യേശു ഉണ്ടെങ്കിൽ ദൈവവൈദ്യരെ നീ ഭയപ്പെടരുത്. ഹല്ലേലൂയ. ലോകത്തിൽ നമുക്ക് കഷ്ടമുണ്ടെങ്കിൽ ധൈര്യപ്പെടുക, ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. യെശയ്യാ 54:13 വാഗ്ദത്തമാ പറയുക, നിന്റെ മക്കളെ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും, ആമേൻ, നിന്റെ മക്കളുടെ സമാധാനം വലിയതുമായിരിക്കും. നിന്റെ മക്കളെ യഹോവയാൽ ഉപദേശിക്കപ്പെട്ടവരും നിന്റെ മക്കളുടെ സമാധാനം വലിയതായിരിക്കും. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഹല്ലേലൂയ. അനേക മാതാപിതാക്കൾ തങ്ങളുടെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുക, അവരുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടായിരിക്കുന്ന അസ്വസ്ഥതകളെ ഓർത്ത് ഭാരപ്പെടുക, കുടുംബ ജീവിതത്തിൽ തകർച്ചകൾ നേരിട്ടുകൊണ്ടിരിക്കുക, മാതാപിതാക്കൾ കുഞ്ഞുങ്ങളെ ഓർത്ത് വ്യാകുലപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നാൽ ഒരു കാര്യം പറയേണ്ട വചനം പറയുന്നു, ആരിഷ്ടനും മനസ്സു തകർന്നവനും ദൈവത്തിന്റെ പാദപീഠത്തിൽ ഇരിക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഈ പകൽക്കാലം നിന്റെ ചോദ്യത്തിന്റെ മുമ്പിൽ ഉത്തരം തരുവാൻ എന്റെ ദൈവത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഏത് തകർച്ചകളെയും മാറ്റുവാൻ എന്റെ ദൈവത്തിന് കഴിയും. കൊലോസ്യ ലേഖനം 1-20 പറയുന്നു, അവൻ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ സമാധാനമുണ്ടായി. ഹല്ലേലൂയ. ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ സമാധാനമുണ്ടായി. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ധാന്യം വർദ്ധിച്ചു, വീഞ്ഞു വർദ്ധിച്ചു, ലോകപ്രകാരം പലതുമുണ്ടായി, പക്ഷെ ദൈവിക സമാധാനമില്ല. പല ലോകപ്രകാരം പലതും നേടിയിട്ടും പലർക്കും സമാധാനമില്ല. എന്നാൽ സങ്കീർത്തനക്കാരൻ പറയുന്നു, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ദാവീദ് പാടുക 4-ാം സങ്കീർത്തനത്തിന്റെ 8-ാം വാക്യം. ഹല്ലേലൂയ. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും. ഹല്ലേലൂയ. ധാന്യം വർദ്ധിച്ചു, വീഞ്ഞു വർദ്ധിച്ചു, അനേകർക്ക് ജീവിതത്തിൽ സമാധാനമില്ല. എന്നാൽ ദൈവവൈദ്യന്റെ സമാധാനം എന്ന് പറയുന്നത് സമാധാനത്തിന്റെ പ്രഭുവായ യേശു കർത്താവിന്റെ ജീവിതത്തിൽ ഉരുവാകുമ്പോൾ ജീവിതത്തിന്റെ സകല പ്രതികൂലങ്ങളെയും മാറ്റുവാൻ കഴിയുന്ന ദൈവത്തിന്റെ സാന്നിധ്യം അന്ന് മുതൽ അവർ അനുഭവിക്കുക. ഞാൻ സമാധാനത്തോടെ കിടന്നുറങ്ങും, നീയല്ലോ യഹോവേ എന്നെ നിർഭയം വസിക്കുമാറാക്കുന്നത്. ഈ നാളുകളിൽ നാം അനുഭവിക്കുന്ന, കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന സകല പ്രശ്നങ്ങൾക്കും പരിഹാരം തരുവാൻ എന്റെ കർത്താവ് മതിയായവൻ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിന്റെ വചനത്തിന്റെ മുൻപിൽ ഇരിക്കുന്ന ദൈവമക്കൾക്ക് കൊടുക്കുന്ന ഒന്നാമത്തെ അനുഗ്രഹം നദി പോലെ സമാധാനം. ഹല്ലേലൂയ. പാട്ടുകാരൻ പറയുന്നു, സമാധാനമില്ലാതെ ഞാൻ അലഞ്ഞു, യേശു സമാധാനമായി എന്റെ അരികിൽ വന്നു. ഹല്ലേലൂയ. യേശു എത്ര നല്ലവൻ, യേശു എത്ര വല്ലവൻ, 10,000-ൽ അതിശ്രേഷ്ഠനവൻ. ഇന്ന് ജീവിതത്തിൽ തേങ്ങുന്നവർ, കരയുന്നവർ, ഹല്ലേലൂയ, ആമേൻ, കുഞ്ഞാമേ, തലമുറകളെ കുറിച്ചോ തങ്ങളുടെ ജീവിതത്തിന്റെ ഭാവിയെ കുറിച്ചോ ഭാരപ്പെടുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വചനത്തിന്റെ മുൻപിൽ ഇരുന്നാൽ, ദൈവസമയം താഴ്ത്തിയേൽപ്പിച്ചാൽ അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തുന്ന ദൈവമാ. ഹല്ലേലൂയ. ഇന്ന് പകലിൽ രാത്രി സന്ധ്യാവേളയിൽ ദൈവമക്കളോട് പറയട്ടെ, ഒന്നാമത്തെ അനുഗ്രഹം ദൈവിക സമാധാനം. 12-ാം വാക്യം വീണ്ടും പറയുന്നു, ഹല്ലേലൂയ, ഞാൻ നിങ്ങളെ പാർശ്വത്തിലെടുക്കും. ഹല്ലേലൂയ. ഇങ്ങനെയാ പറയുന്നത്, നിങ്ങളെ പാർശ്വത്തിലെടുത്തുകൊണ്ട് നടക്കുകയും മുഴങ്കാൽമേലിരുത്തി ലാളിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. പാർശ്വത്തിൽ എടുക്കുന്ന ദൈവം എന്ന് പറഞ്ഞാൽ ഞാൻ അതിനെ ഇങ്ങനെ ഡെഫിനിഷൻ കൊടുക്കും. ഹല്ലേലൂയ. വീഴാതെ സൂക്ഷിക്കും. ഒരു വ്യക്തി എപ്പോഴാണ് നമ്മൾ എടുക്കുന്നത്? നടക്കുവാൻ ശേഷിയില്ലാതിരിക്കുമ്പോൾ, നിന്റെ ശരീരം ബലഹീനമാകുമ്പോൾ, ആമീൻ, തനിയെ നടക്കുവാൻ ശേഷിയില്ലാത്തതിനെയാണ് മറ്റുള്ളവർ എടുക്കുന്നത്. ഹല്ലേലൂയ. എന്റെ കുഞ്ഞിന് 2 മക്കളാണ്. ഹല്ലേലൂയ. എന്റെ ആമീൻ പൈതങ്ങളായിരിക്കുന്ന സമയത്ത് ആമീൻ അവരെടുക്കാൻ എന്നോട് പറയത്തില്ല. എന്റെ അടുക്കൽ ഓടി വന്നിട്ട് എന്നോട് ചേർന്ന് നിന്ന് 2 കരങ്ങളും ഉയർത്തും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എനിക്ക് മനസ്സിലാകും എന്റെ കുഞ്ഞ് തന്നിരിക്കുന്ന സിഗ്നൽ എന്റെ കുഞ്ഞിനെ എടുക്കാനാണ്. ദൈവ പൈതലേ, ഇന്ന് പകലിൽ ഈ സന്ധ്യാവേളയിൽ
എന്നെ കേൾക്കുന്ന കൂടെ പറക്കൊണ്ട് പറയട്ടെ, ഹല്ലേലൂയ. ജീവിതത്തിന്റെ ബലഹീനതകളിൽ കർത്താവേ ഒന്നുമില്ല, മുൻപോട്ട് വെക്കുവാൻ ഒരു സ്റ്റെപ്പ് വെക്കുവാൻ എനിക്ക് കഴിയുന്നില്ല. ആമീൻ. അങ്ങനെയുള്ള ദൈവത്തിന്റെ വൈതല്യം എന്ത് ചെയ്യുന്നറിയാമോ? അവൻ പാശത്തിലെടുക്കും. ഹല്ലേലൂയ. നടക്കുവാൻ ശേഷിയില്ലാത്തതിനെ യെശയ്യാ 40:11 പറയുന്നു, ഒരിടയനെ പോലെ അവൻ തന്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുകയും കുഞ്ഞാടുകളെ ഭുജത്തിലെടുത്ത മാർവിടത്തിൽ ചേർത്ത് വഹിക്കുകയും തള്ളകളെ പെതുക്കെ നടത്തുകയും ചെയ്യും. നടക്കാൻ കഴിയാത്ത കുഞ്ഞാടുകളെ തോളിലേറ്റി നടത്തുന്ന ദൈവം ഇന്ന് രാത്രി സ്തോത്രം പറഞ്ഞോണം. ഹല്ലേലൂയ. കഴിഞ്ഞ നാളുകളിൽ എന്നെ നിങ്ങളെ ഒക്കത്തെടുത്തൊരു ദൈവമുണ്ട്. നടക്കാൻ കഴിയാതെ ഭാരപ്പെട്ട ജീവിതത്തിന്റെ വ്യത്യസ്തമായ എന്റെ ഭാരം ഞാൻ ആരോട് പറയും? എന്റെ പ്രതിസന്ധികളിൽ ആര് സഹായിക്കും? ഓ, മരണം ആമേ മുൻപിൽ നിൽക്കുമ്പോൾ, മാറായുടെ അനുഭവങ്ങൾ മുൻപിൽ നിൽക്കുമ്പോൾ, പ്രതികൂലത്തിന്റെ കാറ്റുകൾ ഒന്നിനു പുറകെ ഒന്നായി ആഞ്ഞടിക്കുമ്പോൾ, എന്റെ ദൈവനെ കേൾക്കുന്ന കൂടെ പുറപ്പേ, അവൻ നമ്മെ പാശത്തിലെടുത്ത ദൈവമാ. അവൻ കുഞ്ഞാടുകളെ മാറോട് ചേർത്ത് വഹിക്കുന്ന ദൈവം, തള്ളകളെ പിടിക്ക് നടത്തുന്ന ദൈവം. ഹല്ലേലൂയ. സങ്കീർത്തനക്കാരൻ 27:5 പറയുന്നു, അനർത്ഥ ദിവസത്തിൽ അവൻ എന്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും, തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറയ്ക്കും. കാര്യം യഹോവ എന്റെ വെളിച്ചവും എന്റെ രക്ഷയുമാണ്. യഹോവ എന്റെ ജീവന്റെ ബലമാണ്. ഈ ലോകത്തിൽ ഒന്നിനെ പേടിക്കാതിരിക്കാൻ എനിക്ക് വകയുടെ കാര്യം എന്റെ തമ്പുരാൻ എന്റെ കൂടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ, കൈപ്പേറിയ അനുഭവങ്ങളിൽ എന്നെ താങ്ങി നടത്തുന്ന ഒരു ദൈവമുണ്ട്. പ്രൈസ് ദി ലോർഡ്. കരകൊണ്ട് സ്തോത്രം പറയാമോ? എത്ര പേർ അനുഭവിച്ചിട്ടുണ്ട്? ഹല്ലേലൂയ. ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളിൽ ആരും സഹായമില്ലാതിരിക്കുമ്പോൾ, കൂട്ടുകാരന്മാരിടും, സ്നേഹിതർ പിരിഞ്ഞിടും, അവൻ ഉറ്റവരും ഉടയവരും മാറിപ്പോകും, എല്ലാവരും മാറിപ്പോകുമ്പോൾ, നീ ഒറ്റയ്ക്കിരുന്ന് കഴിഞ്ഞ കാലങ്ങളിൽ നിന്നെ വിളിച്ചപ്പോൾ നിന്നെ ഒപ്പത്തെടുത്ത ദൈവമുണ്ട്. ജീവിതത്തിന്റെ അനുഭവം പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞ കാലങ്ങളിൽ ഒറ്റയ്ക്ക് തേങ്ങിയ അനുഭവങ്ങളുണ്ട്. ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങൾ ആരും സഹായിപ്പാനില്ലാതിരുന്ന സ്ഥാനത്ത് എന്നെ പാർശ്വത്തിലെടുത്ത് മുഴങ്കാലിൽ ഇരുത്തി ലാളിക്കണ്ട എന്ന് ലാളിച്ച ദൈവമുണ്ട്. ഭയപ്പെടേണ്ട എന്ന് പറഞ്ഞ എന്നെ ധൈര്യപ്പെടുന്ന ദൈവമുണ്ട്. ഈ പകൽ എന്റെ ജീവിതത്തിന്റെ അനുഭവം പങ്കുവെക്കുമ്പോൾ, ഈ രാത്രി എന്നെ കേൾക്കുന്ന ദൈവമൈതലേ, ഈ വിശുദ്ധ പ്രഭാതത്തിൽ ഞാൻ ഇവിടെ ആയിരിക്കുമ്പോൾ ഏത് നിറവോടെ പറയട്ടെ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തോടെ പറയട്ടെ, ആമേൻ. ബലഹീനതയിൽ താങ്ങുന്ന ഒരു കരമുണ്ട്. ഇന്ന് നീ ആയിരിക്കുന്ന സ്ഥാനത്ത്, നിന്റെ കിടക്കയുടെ അരികിൽ, നിന്റെ കുടുംബം ഇരിക്കുന്ന മുറിക്കകത്ത് ഇറങ്ങി വരുന്ന ഒരു കരമുണ്ട്. അകക്കണ്ണ് തുറന്നത് പകൽക്കാലം നീ ശ്രമിക്കൂ. ബലഹീനമായ നിന്റെ ശരീരത്തിന്റെ മേൽ എന്റെ അപ്പന്റെ ബലമുള്ള കരം വെക്കുകയാ. ഹല്ലേലൂയ. നിന്നെ കൂടാരത്തിൽ ഒളിപ്പിക്കുന്ന ദൈവം, വീരാതെ സൂക്ഷിക്കുന്ന ദൈവം. ഈ ദൈവത്തെ കുറിച്ച് എത്ര പറഞ്ഞാലും മതിയാകത്തില്ല. നീ അനിഷ്ടനാണോ? നീ പാപിയാകുന്നു സമ്മതിക്കുന്നുവോ? ദൈവത്തിന്റെ വചനത്തിന്റെ മുമ്പിൽ നീ അവന്റെ ചട്ടപ്രകാരം ഏൽപ്പിച്ചു കൊടുക്കുന്നുവോ? അവന്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നുവോ? എങ്കിൽ ഞാൻ നിങ്ങൾ ഒരിക്കലും പരാജയപ്പെട്ടു പോകത്തില്ല. സംഗീതക്കാരൻ 31:15 പറയുന്നു, എന്റെ കാലഗതികൾ നിന്റെ കയ്യിലിരിക്കുന്നു. ഹല്ലേലൂയ. എന്റെ കാലഗതികൾ എന്ന് പറഞ്ഞാൽ മൈ പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ, എന്റെ സകല കാര്യവും, എന്റെ പിന്നിലുള്ളതും ഇന്നുള്ളതും വരുവാനുള്ളതും അറിയുന്ന ഒരേ ഒരാളാണ്. അതെന്റെ ജീവിതത്തെ നല്ലതുപോലെ അറിയുന്ന എന്റെ അപ്പന്റെ കരങ്ങളിലാണ്. ഹല്ലേലൂയ. എന്റെ ജീവിതത്തിന്റെ നൗക നിയന്ത്രിക്കുന്ന എന്റെ ദൈവമാണ്. എന്റെ കാലഗതികൾ അവന്റെ കയ്യിലിരിക്കുന്നു. മൈ പാസ്റ്റ് ആൻഡ് മൈ പ്രസന്റ് ആൻഡ് മൈ ഫ്യൂച്ചർ എന്റെ ദൈവത്തിന്റെ കരങ്ങളിൽ. എത്ര പേർക്ക് പറയാൻ കഴിയും? ഈ ഹല്ലേലൂയ, ഈ ലോകത്തിലെ ഒന്നുമല്ല എന്നെ നിയന്ത്രിക്കുന്നത്. ലോകത്തിന്റെ ശക്തികളല്ല, ഫൈനാൻസ് മേഖലയുണ്ടല്ല, എന്റെ ഉന്നതമായ ജോലിയല്ല. എല്ലാം നഷ്ടപ്പെടാം ഒരുപക്ഷേ. ഹല്ലേലൂയ. സൗന്ദര്യം നഷ്ടപ്പെടാം, സമ്പത്ത് നഷ്ടപ്പെടാം, ആരോഗ്യം നഷ്ടപ്പെടാം, തലമുറകൾ നഷ്ടപ്പെടാം, എല്ലാം നഷ്ടപ്പെട്ടാലും ഹല്ലേലൂയ, പ്രാണപ്രിയൊരിക്കലും നിന്നെ കൈവിടത്തില്ല. എന്റെ നഷ്ടത്തെ ലാഭമാക്കുന്നവൻ, എന്റെ വിലാപത്തെ നൃത്തമാക്കുന്നവൻ, എന്റെ രട്ടഴിച്ച് എന്നെ സന്തോഷം ഒടിപ്പിക്കുന്ന
ദൈവമുണ്ട്. ദൈവവൈദ്യനെ അതുകൊണ്ട് പാശത്തിലെടുക്കുന്ന ദൈവമാണ്. ആമീൻ. യെശയ്യാ 63:9 പറയുന്നു, പുരാതന കാലത്തൊക്കെയും അവരെ ചുമന്നുകൊണ്ട് കടന്നു. അല്ലേ, 40 വർഷം. ആമീൻ. തിരിഞ്ഞു നോക്കുമ്പോൾ ആമീൻ 40 വർഷം. ആമീൻ. എന്തുകൊണ്ട് അവരുടെ കാലിലെ ചെരുപ്പ് തേഞ്ഞില്ല? എന്റെ തമ്പുരാൻ അവരെ എടുത്ത് നടത്തി, ചുമന്നുകൊണ്ട് നടത്തി. എന്തുകൊണ്ട് അവരുടെ ചെരുപ്പ് തേഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അവർ നടന്നതല്ല, ദൈവം നടത്തിയതാ. ഹല്ലേലൂയ. കഴിഞ്ഞ കാലങ്ങളിൽ ഞാനും നിങ്ങളും നടന്നതല്ല, ദൈവം നടത്തിയതാ. ഒന്ന് ചിന്തിച്ചേ, ഇത്രത്തോളം നമ്മളെ കൊണ്ടുവരുവാൻ നമ്മൾ എന്തുള്ളൂ? ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളിൽ സ്വർഗം നിന്നെ എടുത്തില്ലേ? നിന്റെ കഷ്ടങ്ങളുടെ നടുവിൽ കൂട്ടാളിയായി സ്വർഗം നിന്നെ മാനിച്ചില്ലേ? ഹല്ലേലൂയ. ദൈവവൈദ്യരെ അതുകൊണ്ട് ഈ പകൽക്കാലം ഈ സന്ധ്യാവിൽ ഉറപ്പിച്ചു പറയട്ടെ, അവൻ പാശത്തിലിരിക്കുന്ന ദൈവമാ. ബലഹീനമായ അനുഭവങ്ങളുടെ നടുവിൽ സ്വർഗം നിന്നെ ഹല്ലേലൂയ പൊക്കിയെടുക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. ദൈവം നമ്മെ എടുത്തില്ലായിരുന്നുവെങ്കിൽ, കർത്താവ് നമ്മെ താങ്ങിയില്ലായിരുന്നുവെങ്കിൽ, അവൻ നമ്മെ സൂക്ഷിച്ചില്ലായിരുന്നുവെങ്കിൽ, അവൻ പാർശ്വത്തിൽ എടുത്തില്ലായിരുന്നുവെങ്കിൽ നാം വഴിയാത്രയിൽ പറ്റുപോയേനെ. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. ദൈവവൈദ്യനെ ഇന്ന് പകൽക്കാലം ആമേൻ ദൈവസ്ഥലത്താണിരിക്കുന്ന ദൈവവൈദ്യനെ ഹല്ലേലൂയ അവൻ മാനിക്കുക തന്നെ ചെയ്യും. ഒന്ന്, ആമേൻ, നദി പോലെ സമാധാനം. രണ്ട്, വീഴാതെ സൂക്ഷിക്കുന്ന ദൈവം. പിന്നെയും പറയുന്നതിന്റെ 13ാമത്തെ വാക്യം ഇങ്ങനെയാ പറയുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ആമേൻ. ഹല്ലേലൂയ. അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ദൈവത്തിന് സ്തോത്രം. അമ്മയുടെ ആശ്വാസം അനുഭവിച്ചറിഞ്ഞ ദൈവമക്കളാ ഇന്ന് രാത്രി എന്നെ കേൾക്കുന്നതാ. യെശയ്യാ 40:1 പറയുന്നു, എന്റെ ജനത്തെ ആശ്വസിപ്പിപ്പീൻ, ആശ്വസിപ്പിപ്പീൻ എന്ന് നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ. യെശയ്യാ 51:3 യഹോവ സിയോനെ ആശ്വസിപ്പിക്കുന്നു. ഹല്ലേലൂയ. യെശയ്യാ 30:19-20 യെരൂശലേമിലായ സിയോൻ നിവാസികളെ, ഇനി കരഞ്ഞുകൊണ്ടിരിക്കണ്ട. നിങ്ങളുടെ നിലവിളുടെ ശബ്ദത്തിൽ അവൻ നിശ്ചയമായി കരുണ തോന്നും. അത് കേൾക്കുമ്പോൾ തന്നെ അവൻ ഉത്തരമരുളും. കർത്താവ് നിങ്ങൾക്ക് കഷ്ടത്തിന്റെ അപ്പവും ഞെരുക്കത്തിന്റെ വെള്ളവും മാത്രം തന്നാലും ഇനി നിന്റെ ഉപദേഷ്ടാവ് മറന്നിരിക്കയില്ല. നിന്റെ കണ്ണ് നിന്റെ ഉപദേഷ്ടാവിനെ കണ്ടുകൊണ്ടിരിക്കും. പ്രൈസ് ദി ലോർഡ്. എത്ര വലിയ വാഗ്ദത്തമാ! അവൻ നമ്മെ ആശ്വസിപ്പിക്കും. ഇന്ന് പകലിൽ ഈ സന്ധ്യാവേളയെ കേൾക്കുന്ന ദൈവവൈദ്യരെ, അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കുവാൻ ആശ്വാസദായകനായി എന്റെ യേശു എന്റെ അരികിലുണ്ട്. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവവചനത്തിൽ മുട്ടുമടക്കുന്ന മുട്ടുമടക്കിയിരിക്കുന്ന ദൈവവൈദ്യരെ, അമ്മയെ ആശ്വസിപ്പിക്കുന്നത് പോലെ ആശ്വസിപ്പിക്കുവാൻ ആരും കാണാതെ കരഞ്ഞപ്പോൾ ആമേൻ നമുക്കറിയാം. ആമേൻ നൈലിലെ വിധവയുടെ അടുക്കൽ എന്റെ യേശു വിധവയാണ്, ഏകമകൻ നഷ്ടപ്പെട്ടു. യേശുവിന്റെ അടുക്കൽ വന്ന് സ്ത്രീയെ, നീ കരയുന്നത് എന്താണ്? അവിടെ ഭാരമേറിയ വിഷയത്തിന്റെ മേൽ സ്വർഗം ഇടപെട്ടു. ആമേൻ. നൈലിലെ വിധവയെ സ്വർഗം ആശ്വസിപ്പിച്ചു. നഷ്ടപ്പെട്ട മകനെ മടക്കി കൊടുത്തു. ജീവിതത്തിന്റെ കൈപ്പേറിയ അനുഭവങ്ങളിൽ ആശ്വാസമായി എന്റെ കർത്താവ് അടുത്ത് ഇന്ന് പകൽക്കാൽ ഇന്ന് രാത്രി ഒറ്റപ്പെടലിന്റെ അനുഭവം